തിരിച്ചു പോകാൻ പോയാണ് അല്ലേ? ഇതാണ് നമ്മൾ വന്ന സ്ഥലം. ഓക്കെ, ഇവിടെ നിന്ന് അങ്ങനെ നമ്മൾ ബോട്ടിങ് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത് കപ്പൽ പള്ളി എന്ന് പറഞ്ഞ പള്ളിയിലോട്ടാണ് വിസിറ്റ് ചെയ്യാൻ പോണത്. എന്തോ അത് പറഞ്ഞില്ല, ബോട്ടിൽ ഇറങ്ങിയിട്ട് എല്ലാവരും ഒരു സ്ഥലത്ത് നിൽക്കണമെന്ന് പറഞ്ഞില്ല, അല്ലെങ്കിൽ കാര്യം പറഞ്ഞില്ല, നമുക്ക് ബസ് കയറിയല്ല പോകണ്ടെന്ന് പറഞ്ഞില്ല. ഓക്കെ, നമ്മൾ ഇപ്പോഴും ബസ്സിലല്ല പോകണം, നമ്മൾ നടന്നാണ് പോകണം. ബോട്ടിങ് ഈ ബസ്സുകളുടെ ബാക്കിലാണ് ബോട്ടിങ് കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അങ്ങനെ നടന്നാൽ സാധിക്കൊരു വലിയ ഫ്ലാറ്റ്, ഇവിടെ ഫ്ലാറ്റുകളേ ഉള്ളൂ, അറിഞ്ഞൂടാ, നോക്കാം. അങ്ങനെ കൊച്ചിയിലെ തിരുവോരങ്ങളിലൂടെ നമ്മൾ നടന്നു പോവുകയാണ്. ബസ് നല്ല വലിയ മരം റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്താണ് പോകുന്നത്. ആയിഷ് ബേക്കറി സൂപ്പർ മാർക്കറ്റ് നമ്മൾ ഗ്രൂപ്പായിട്ട് കൈ കാണിച്ച് റോഡ് ക്രോസ് ചെയ്യുകയാണ്. നല്ല ഭംഗിയുള്ള കാഴ്ചയായിട്ട് ഇത് അപ്പുറത്തുള്ളവർ റോഡ് ക്രോസ് ചെയ്യുന്നു. നമ്മളിപ്പോൾ ഇത് പോകുമ്പോഴത്തേക്കും BMW അവിടെ കൈ കാണിച്ച് ഇന്ന് പോലീസുണ്ട്. അൽഫോൺസ സ്ട്രീറ്റ്, അങ്ങനെ അൽഫോൺസ സ്ട്രീറ്റ് കണ്ട് നമ്മൾ നേരെ നോക്കപ്പോൾ ഇതായിരിക്കാം കപ്പൽ പള്ളി എന്ന് പറഞ്ഞാൽ നമുക്ക് അറിഞ്ഞൂടെ ഇത് കപ്പൽ ഇതല്ല പള്ളി എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് അങ്ങോട്ട് ചാടാം. ഇങ്ങോട്ടാണ് പോകുന്നത്, നമുക്ക് അങ്ങോട്ടൊന്നും അറിഞ്ഞില്ല. സത്യം പറഞ്ഞാൽ ഇതാ പള്ളി എന്ന് വിചാരിച്ചത് നമ്മൾ വിചാരിച്ച പറയുന്നത്. അപ്പോൾ ചർച്ച് റോഡ് ഞാൻ വഴി അല്ല, അത് ഞാനാണ് വിട്ടു പോയാണ്. എന്തൊക്കെ നടക്കും അല്ലേടാ, അതൊക്കെ പറഞ്ഞല്ലേ വലിയ കാര്യത്തിൽ. അങ്ങനെ നമ്മൾ നടന്ന് പോകുന്നു. നമുക്ക് കട അടിപൊളി കട, ചോരമാരയൊന്നുമില്ല. പിന്നെ സൂപ്പർ മാർക്കറ്റാണ് പോകുന്നത്. ബേക്കറി ഇതുപോലെ കുറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ കണ്ടാ. പിന്നെ ഈ നടന്ന് എവിടെ പോകണം എന്നൊക്കെ ഒരു പിടുത്തമില്ല. അൽഫോൺസ സ്ട്രീറ്റിൽ നിന്ന് എൻഡ് ചെയ്തിട്ട് അവിടെ നിന്ന് ലെഫ്റ്റ് എടുത്ത് പോവുകയാണ്. നടക്കുന്നു. പിന്നെ ഇവിടുത്തെ കൾച്ചറുകൾ ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞുകൂടാ, സംഭവം ഇങ്ങനെ പോകും. അതാ വേറെ ദ ലൈറ്റ് ഇൻ അർബാനി ഷോപ്പ് ഇതൊക്കെ എന്താ. അങ്ങനെ ഗൈസ് എനിക്ക് കണ്ടുപിടിച്ച് ഇതാണ് കപ്പൽ പള്ളി എന്ന് പറയുന്ന പള്ളി. ഈ വണ്ടിക്കൊരു ശമനമില്ല, അവിടെയും കൈ കാണിക്കില്ല. പോട്ട് പോകുന്നു. അങ്ങനെ ആ വണ്ടി തന്നുകൊണ്ട് നമ്മളിപ്പുറം ചാടി സൈഡ് തന്നുകൊണ്ട്. ഓക്കെ, ഇതാണ് കപ്പൽ പള്ളി. വൈഡ് ആംഗിൾ ഷോട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എൻ്റെ മുകളിൽ 3 മണികൾ ഒന്നിച്ചടിക്കുമായിരിക്കാം. കറക്റ്റ് സമയത്ത് തന്നെ കയറി പാട്ടൊക്കെ ഇട്ട് അവൾക്ക് എൻ്റെ ഫ്രണ്ടിൽ പോയി എടുക്കാൻ പറ. എൻ്റെ ഫ്രണ്ടിൽ DBC ബാങ്കാണ്. ഈ കളർ കോഡിൽ ഞാൻ കണ്ടിട്ടുള്ള SBI ബാങ്കാണ്. അതുകൊണ്ട് അല്ലേ നിങ്ങളും അതല്ലേ കണ്ടിട്ടുള്ള. അതൊക്കെ നമുക്ക് തിരിഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നു ഇത്രയും വലിയ പള്ളി. ഇത് വൈഡ് ആംഗിൾ ഷോട്ടാണ് എൻ്റെ ഉള്ളത്. ഇത് 1x ആകുമ്പോഴത്തേക്ക് ഇത്രയും ഇതാവും. അപ്പോൾ കപ്പൽ പോലെ പൊങ്ങിയിരിക്കുന്നൊരു ഫ്രണ്ട് വരുന്നൊരു പള്ളി. അപ്പോൾ ഇതിൻ്റെ സെൻട്രൽ പോർഷൻ സൂം ചെയ്ത് നോക്കുകയാണെങ്കിൽ ഫ്ലിക്കറിങ് നല്ല കാര്യമായിട്ടുണ്ട്. ഇങ്ങനെയാണ് കാര്യങ്ങൾ. കുറിച്ച് നമുക്ക് അകത്ത് കയറാം. അപ്പോൾ നമ്മൾ നേരെ നടന്ന് അകത്ത് കയറുകയാണ്. അതിന് മുമ്പേ അപ്പോൾ ഇത് പള്ളിയുടെ വലത്തെ വശം, പള്ളിയുടെ വലത്തെ വശം, നമ്മുടെ ഇടത്തെ വശം നോക്കുമ്പോൾ ഇതേപോലെ തന്നെ ലാസ്റ്റ് ഇങ്ങനെ വരുന്നത്. അപ്പം ഇതിങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് വന്നിട്ട് തിരിച്ചങ്ങോട്ട് കൂർത്തിരിക്കുകയാണ്. ബാക്കും ഫ്രണ്ടും ഒരേപോലെ കൂർത്ത് വരുമെന്നാണ് തോന്നുന്നത്. അങ്ങനെയാണ് കാര്യം. അപ്പോൾ നമുക്ക് പള്ളിക്കകത്ത് കയറാം എന്തായാലും. ഇത് പള്ളിയുടെ ഇടത്തെ സൈഡ് അല്ല, നമ്മളെ വലത്തെ സൈഡ്, പള്ളിയുടെ ഇടത്തെ സൈഡ്. ഇവിടെ കൂടി ഞാൻ സംഭവം കണ്ടല്ലോ, നോക്കിക്കോ, കണ്ട ഈ പടം കണ്ട. അപ്പം ഇത് നോക്കിക്കോ, ഞാൻ വേറെ സ്ഥലത്ത് കാണിച്ചു തരാം. കണ്ട സൈഡിലെ വ്യൂ ഇങ്ങനെയാണ്. നമ്മൾ പള്ളിക്കകത്ത് കയറുമില്ലോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. കയറാൻ പോവുകയാണ്, പക്ഷേ
കയറാതെ ഇങ്ങനെ പോകാൻ പറ്റും. ഇത്ര ദൂരം വന്നിട്ട് കയറാതിരിക്കാൻ പറ്റൂ. നോക്കിക്കോളൂ. അയ്യോ അതെ അതെ നമുക്ക് അകത്ത് കയറാം. അകത്ത് കയറാൻ സമ്മതിച്ചില്ല. എന്തായാലും അവർ കയറാൻ പോകണം. സോ ഐ ആം ഫ്രീ. ഒന്നുമില്ലെങ്കിൽ ഈ നടയിൽ വന്ന് പോകണ്ടേ, അതുകൊണ്ടാണ് വന്നത്. അടിപൊളി സാർ. കണ്ടോ, ഇതാണ് എൻ്റെ പള്ളിയിലെ ഉൾഭാഷ. ഫാൻ കണ്ടോ, ഇതാണ് ഫാൻ. മനസ്സിലായല്ലോ അല്ലേ? പിന്നെ സൈഡ് ഫാൻ ചെയ്താൽ പോലെ 2 സൈഡും കാണും. ഓക്കെ, പിന്നെ നമ്മളകത്ത് കയറുന്നില്ല. അവരെ വിളിച്ച് പോകാൻ വേണ്ടി വിളിച്ച് ഞാൻ കൂടി പോവാം. അപ്പം ഇതാണ് സംഭവം കേട്ടോ. ഫാൻ, ഈ ഫാനാണ് വേറെ കാര്യം. പിന്നെ ഇതിൻ്റെ ഡിസൈൻ ഇങ്ങനെ സെൻറ്റർ കുഴിഞ്ഞിട്ട് താന്നു വരും, അങ്ങനെ ഒരു ടൈപ്പ്. ഓക്കെ. ഓ വിളിയോടെ വിളി, എന്തൊരു വിളിയുണ്ട്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നടക്കുന്നു. അപ്പോൾ എല്ലാവരും എന്താ പോകണം കേട്ടോ, പരിചയമായിട്ട് പോകണം. എൻ്റെ ഫ്രണ്ടിൽ ആൾക്കാരുണ്ട്. ഇത് ഇനി അടുത്ത് പോകാൻ പോണത് എന്തായാലും മെട്രോ ലുലു മാൾ റീച്ച് ചെയ്ത് പിന്നെ രാത്രിയായി. രാത്രി വെളുപ്പാൻ രാവിലെ, അതായത് നാളെ വെളുപ്പാൻ രാവിലെ വീട്ടിലെത്താക്കാൻ കണക്കാക്കിയായിരിക്കും നമ്മൾ പോണത്. ഓക്കെ, ഇവിടുത്തെ ബേക്കറിയാണിത്. AC ഇവിടുത്തെ ചിക്കൻ സ്റ്റാൾ. ഇല്ല പൈസ ഒന്നുമില്ല, ഇത്ര വൃത്തിയാണ്. അടുത്ത അമ്മതായിരുന്നു. വേറെ എന്തെങ്കിലും ചെയ്യണോ? പോവാം. എന്ത് വണ്ടി കയറേണ്ടത്? ആര് ഇങ്ങനെ പള്ളി ഭാഗത്ത് കയറിയാ? അതിനകത്ത് കയറില്ല, അതെന്തുകൊണ്ട് കയറാത്ത? ചായ ഒന്നും വേണ്ട, ഫുള്ള്. ഇതൊക്കെ റിച്ച് ഏരിയയാണ്. ഇവിടുത്തെ ഒരു ചായക്കടയാണ്. ചായക്കട, ടീ, സ്നാക്സ്, ജ്യൂസ് എക്സെട്ര കട. ഇവിടെ ബില്ലടച്ച് ശേഷമൊക്കെയാണ് സാധനം, അതായത് ലുലു മാളിലെ ടൈപ്പ്. ബില്ലടയ്ക്കുന്നു, എന്നിട്ട് സാധനം വാങ്ങുന്നു. ഏരിയ കണ്ടില്ലേ? അത്രയ്ക്കും ഒരു ഇതാണ്. വലിയ ആൾക്കാരുടെ കട പോലെയാണ് ഈ കടയൊക്കെ പോകുന്നത്. ഇതിന് ഇപ്പം ഈ ഒരു സ്ഥലം മൊത്തം എക്സ്പെൻസീവ് ആകാനാണ് ചാൻസ്. പിന്നെ അവിടെ ആയാലും എങ്ങോട്ടായാലും അങ്ങനെയാണ്. പിന്നെ വേറെ ഒന്നും പറയാനില്ല. ഒരു കോഫി ഓർഡർ ചെയ്തിട്ടുണ്ട്. നിങ്ങളത് കണ്ട, വെജ് പപ്സിന് 15 രൂപ. നമ്മളവിടെ മുട്ട പപ്സിന് 14 രൂപ. ഇങ്ങനെയൊക്കെയാണ് റേറ്റുകൾ അവിടെ വെജ് പപ്സിന്. പിന്നെ ഇതൊക്കെ എന്തെങ്കിലും പണ്ടാരങ്ങളെന്തോ ബ്രെഡ്, ഇത് വേറെ മീറ്ററുള്ള ബർഗറാ, നീണ്ട ബർഗർ, എന്തോ സംഭവങ്ങളൊക്കെ അവിടെ ഇരിക്കട്ടെ. കത്ത് റേറ്റ്. പിന്നെ പറഞ്ഞു പോയി, ഓർഡർ ചെയ്ത് പോയി. അതുകൊണ്ട് പിന്നെ കോഫി അങ്ങനെ കൈസ് നമ്മൾ കോഫി കുടിച്ചു. വേറെ കഴിക്കാമെന്ന് മനസ്സിലൊന്നുമില്ല. നല്ല കടുപ്പുള്ള കോഫി. അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ നടക്കുകയാണ്, എങ്ങോട്ടൊന്നുമില്ല, നടക്കുകയാണ്. അവർ എങ്ങോട്ടാണ് പോകണമെന്ന് പറഞ്ഞില്ല. ഇനി നമുക്ക് നോക്കാം. ഇത്ര സ്പീഡോ? നോക്കിയോ, പള്ളി അവിടെ 2 പള്ളി. ഈ ഏരിയ മൊത്തം പള്ളി. ഇത് കൊച്ചി മൊത്തം പള്ളിക്കാരുടെ ഏരിയ ആണെന്ന് മനസ്സിലായി കണ്ടപ്പം തന്നെ. ആണോ? നിങ്ങൾ കമൻറ്റ് നോക്കട്ടെ. കാരണം അർണാടിക്കല്ല ഇത് പള്ളിയാണ് കണ്ടത്. അതേപോലെ ചോറ്റാനിക്കര, അത് ഒരുപാട് ദൂരം. പിന്നെ ഈ കൊച്ചി മതിയാണ് ഈ കുറേ പള്ളിയിലാണ് കണ്ടത്. പറയൂ. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് പള്ളികളാണോ കോവിലുകളാണോ?
എങ്ങോട്ടൊന്നും ഇല്ലാതെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. എങ്ങോട്ടാണെന്നൊരു പിടുത്തവും ഇല്ല. നമ്മൾ എങ്ങോട്ട് വേണം പിരിഞ്ഞോ? ഒരു സമയത്ത് എല്ലാരും ഇവിടെ എത്തുന്നേ ഉള്ളൂ. ഏത് സമയത്ത് എത്തണമെന്നുള്ളൊരു തുടങ്ങിയിരുന്നെങ്കിൽ മെസ്സേജ് തുടങ്ങിയിരുന്നെങ്കിൽ എല്ലാവർക്കും ഈ സമയം ഇവിടെ എത്തുമെന്ന് പറഞ്ഞ് സ്പോട്ട് ഈ സ്ഥലം അറിയാല്ല, ഇവിടെ അറിയാല്ല. ഫോൺ വിളിക്കാം. ഒരു സൈഡിൽ നിന്ന് പോയിട്ട് അടുത്ത സൈഡ് വരെ തിരിച്ചു വരുമ്പോൾ അപ്പുറത്തെ സൈഡ് നോക്കാം. രണ്ട് സൈഡും ഓക്കെയാണ്. അത് വീണ്ടും കുഴപ്പമില്ല. ഇവിടെ മൊത്തവും ഭയങ്കര ബഹളമാണ്. ഭയങ്കര ക്രൗഡായിട്ടുള്ള സ്ഥലമാണ്. ഒരു രക്ഷയില്ല. ഇപ്പോൾ ഇവിടെ നിന്നൊരു ശാന്തത വന്നു. നമ്മളൊന്നും വാങ്ങിച്ചിട്ടില്ലല്ലേ അമ്മ? ഇവിടെ എല്ലാം കിട്ടുമെങ്കിലും കിട്ടണ സാധനമല്ല, ക്വാളിറ്റി ഇല്ലല്ലേ? അതാണ് പ്രശ്നം. ക്വാളിറ്റി ഇല്ല, സൈസ് കറക്റ്റ് ആവില്ല. അങ്ങനെ പിന്നെ വേറെ റിസ്ക് തോന്നുന്നത് ഈ തിരക്കിൻ്റെ ഒന്ന് എല്ലാം ഈ ഫോണ് എല്ലാം ഉറപ്പ് പിടിക്കും, വീഡിയോ എടുക്കാൻ പറ്റാത്ത അവസ്ഥ. പിന്നെ രണ്ടാമത് എൻ്റെ പവർ ബാങ്ക് ഉണ്ട്. പവർ ബാങ്ക് ഒരു പോക്കറ്റിൽ അതിന് കേബിൾ എടുത്തിട്ടാണ് ഫോൺ ചാർജ് ചെയ്തുകൊണ്ട് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വാച്ച്, വള, ഡ്രസ്സ്, ഉടുപ്പ്, പിന്നെ ഇതേപോലെ പൈസ കഴിക്കാനുള്ള സാധനങ്ങൾ, പൈസസ്, എക്സെട്ര ഐറ്റംസ്, ഇതാ പോണി, കുപ്പി, പാത്രങ്ങൾ, വണ്ടി കച്ചവടം മാത്രം ഒഴിച്ച് ബാക്കി എല്ലാം ഉണ്ട്. ലൈറ്റ്, ഇതെല്ലാം ഭരണി, സ്റ്റീൽ ഐറ്റംസ് നോക്ക്. കാണിക്കാൻ ചെയ്യാം. അടിപൊളിതാ കാണിക്കാൻ വഞ്ചിയുണ്ട്. ഞാൻ ശ്രദ്ധിച്ചില്ലടാ. കാണിക്കാൻ വഞ്ചിർക്ക് പിന്നെ എല്ലാവർക്കും ഇല്ലേടാ ഇപ്പോഴത്തെ കാര്യങ്ങൾ. നമുക്ക് ഇവിടെ വന്നാൽ എന്ത് വേണം വാങ്ങാം. പക്ഷേ നോക്കി കണ്ടൊക്കെ വാങ്ങിച്ചില്ലെങ്കിൽ പണി പോകും. അവർ നല്ല കത്തി റേറ്റ് പറയും. സാധനം ലോ ക്വാളിറ്റിയാണ്, വേറെ കാര്യം. ഡ്രസ്സൊക്കെ നോക്കിയപ്പോഴേ സൈസ് ആവില്ല, ടൈറ്റ് ആവില്ല, പിന്നെ പെട്ടെന്ന് കീറി പോകുന്ന ടൈപ്പ് വില അവർ കയറ്റി പറയും. നമ്മൾ അടിച്ച് ബാർഗിൻ ചെയ്ത് വാങ്ങണം. നമ്മളെ കണ്ട ഷൂ, ചെരുപ്പ്, വീട്ട്, ബാഗ് എന്നിവിടെ എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും. ഒരു സ്ഥലത്തിൻ്റെ പേരെന്തോന്ന് മാത്രം ചോദിക്കല്. നിനക്കറിയാമോ? അതൊന്നും കമൻറ്റ്. ഇത് എറണാകുളം ബ്രോഡ്വേ ആണ്. ബ്രോഡ്വേ എന്നാണ് എൻ്റെ സ്ഥലത്തിൻ്റെ പേര്. ഇതുവരെ ഇവിടെ ഉണ്ട്. ഓക്കെ. പിന്നെ എന്താ പറയാനാ, ഉടുപ്പ്, ഡ്രസ്സ്, ഷർട്ട്, മുണ്ട്. ഇതൊക്കെ എൻ്റെ ഉണ്ടായിരുന്ന സാധനമായിരുന്നു. അങ്ങനെ കണ്ട കൃഷ്ണ സിൽക്സ് ആൻഡ് സാരീസ്, SK. ഇതൊക്കെ വലിയ പ്രൊഫഷണൽ കടകളാണ് എന്നാണ് തോന്നുന്നത്. എനിക്കറിഞ്ഞൂടാ. അവർ ഫ്രണ്ടിൽ തന്നെ നമുക്ക് പോവാം. കുടയൊക്കെ വളൈൻ കമ്പിയിലാണ് തൂക്കിയിടുന്നത്. കണ്ട എങ്ങനെയുണ്ട് സാധനം? വളൈൻ കമ്പിയിൽ തൂക്കിയിട്ടുന്ന കുട്ട വിൽപ്പനക്കാരൻ. അങ്ങനെ പോകുമ്പോഴത്തേക്കും നോക്കൂ, വാച്ച്, ഗ്ലാസ്, വാച്ച്, കൊച്ചുങ്ങൾ, ഉടുപ്പ്. ഇവിടെ മൊത്തം ഉടുപ്പ് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഡ്രസ്സും. ഇല്ല എന്തോന്ന്, വാച്ചും കണ്ണാടി ഇല്ല. വാച്ചുകൾ നോക്കൂ. പക്ഷേ എനിക്ക് കണ്ടിട്ട് വില ഇഷ്ടമായിട്ട്. അങ്ങനെ നമ്മൾ ഒരു ഷോപ്പിംഗ് ഒക്കെ ആയിട്ട് വെറുമൂട 4 ഷർട്ട്, പിന്നെ 4 ടോപ്പ്, അങ്ങനെയൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ പോകുന്നു. അങ്ങനെ നമ്മൾ പുറത്ത് ചാടി. നമ്മൾ ബോട്ടിങ്ങിനൊക്കെ പോയത് അപ്പുറത്തായിരുന്നു. അങ്ങനെ നടന്ന് പോകുമ്പോൾ ഞാൻ അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ചില ഈ
കുട്ടികൾ എൻ്റെ ഫോൺ സെക്യൂർഡ് അല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ വളരെ വളരെ സൂക്ഷിച്ചിട്ടാണ് ഫോണൊക്കെ കൊണ്ടുപോയത്. അടുത്ത് രണ്ടാമത്തത് എൻ്റെ എന്താണ് അടുത്ത പിള്ളേർ, അതായത് അവിടെ കുറച്ച് പിള്ളേരുണ്ട്, അതായത് ഹിന്ദിക്കാർ. ഇവരൊക്കെ ഒന്ന് ഹിന്ദിക്കാരെന്നല്ല, ആരായാലും പറയാൻ പറ്റില്ല ഫോൺ എപ്പോൾ വലിച്ചെടുത്തുകൊണ്ട് പോകും ഇങ്ങനെയാണെന്ന്. പിന്നെ അവർ പരസ്പരം അടി വെച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നതാണ്. അങ്ങനെയൊക്കെയാണ് ഞാൻ കണ്ടത് ഇവിടെ. പിന്നെ കൊച്ചിയിലെ എല്ലാ പല പരിപാടികളും ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ തിരിച്ച് പോകാം എനിക്കോ ആകാശം. ഇത് രാത്രി നൈറ്റ് സെറ്റാകുമെന്നാണ് തോന്നുന്നത്. ഒരു അസ്തമയ സമയം വന്നിട്ട് 6:15, കറക്റ്റ് 6:15. ഇതൊക്കെ നല്ല സ്ഥലം. ഒരു ലാൻഡ് റോവർ കിടക്കുന്നുണ്ട്. അങ്ങനെ പച്ച ലൈൻ എന്തിനാണെന്ന് പറയും ലൈറ്റ്. അത് അപ്പുറത്തുണ്ട്, റോഡിൻ്റെ അപ്പുറം സൈഡ് അപ്പുറത്തുണ്ട്. അങ്ങനെയാണ് കാര്യങ്ങൾ. ഞാൻ നടന്നു വന്നു, നടന്നു തന്നെ അവരേ ഉള്ളൂ. ഓക്കെ, അവർ വരുന്നു. നാളെ ക്രോസ് ചെയ്യാൻ അല്പം ഇനി നോക്കിക്കോ. അടുത്ത റോഡ് ക്രോസ് ചെയ്യണം. എല്ലാവരും ഇങ്ങനെ നിൽക്കുമ്പോഴേ അവിടെ വണ്ടി സ്ലോ ആക്കും. അല്ലാതെ വേറെ വഴിയില്ല. ഇവർ നിൽക്കുന്നത് അല്പം പാടാണ്. ഇവിടെ ഇതൊക്കെ ഉണ്ട്. നോക്കൂ ഗൈസ്, ഇവിടെ എന്തൊക്കെ ഫുഡ് പരിപാടിയാണ്. അപ്പം മേളയിലാണ് ആ പുല്ല് കയറിയത്. ഇവിടെ ഒരു വെയിറ്റ് വന്നു, അതുകൊണ്ടാണ് ക്ലിയർ ഇല്ല. ഭയങ്കര വെട്ടമില്ല ഒരു അവസ്ഥ. ലൈറ്റുകൾ, ഹോട്ടൽ ജീവിതങ്ങൾ, ഇവിടെ ഇങ്ങനെയൊക്കെയാണ്. നമുക്ക് ഈ സിസ്റ്റം ഒന്നും നമുക്കൊരു പരിചിതമില്ലാത്ത ലൈഫ് സ്റ്റൈലാണ് ഇവിടെ എല്ലാവരും ജീവിക്കുന്ന. പുറത്ത് എന്തുവാ ആകാശം നോക്കിക്കോളൂ. നല്ല ആകാശം, മേഘം, സൂര്യകിരണങ്ങൾ ആടി വലയുന്നു. ഓരോ ഭയങ്കര വെട്ടം അടിച്ച് കയറുകയാണല്ലോ. ഈ വട്ടം കുറയും, ഓക്കെ. ആ വട്ടം പറയുമ്പോൾ മറ്റേ വട്ടം കുറയും, ഓക്കെ. കണ്ടാ കൊള്ളല്ലേ? ഇത് നേരിട്ട് കാണാം, അടിപൊളിയാണ്. ക്യാമറ കൂടി കാണാൻ ഗ്രെയിൻസ് ആയിരിക്കും. വരും വെച്ചു. അപ്പോൾ കപ്പലിൽ നിന്നുള്ള സാധനങ്ങളെല്ലാം ഇറക്കിക്കൊണ്ട് പോണ വഴിയാണിത്. ലോറികളൊക്കെ നടന്നുണ്ടോ അവിടെ? ഇന്ത്യൻ ഒരു പമ്പൊക്കെ ഉണ്ട്. ഇവിടെ യൂട്ടനൊന്നും എടുക്കും കേട്ടോ. കൂട്ടുകാർ അങ്ങനെ വല്ലാർപാടം എന്ന് പറയുന്ന സ്ഥലത്തെത്തി. വല്ലാർപാടം ഇതാണ് അവർ കാണിച്ചു തന്നത്. ഒരു മിനിറ്റ്, ഓക്കെ. ക്ലിയറായ വെട്ടത്തിൻ്റെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പാടത്തെ പള്ളിയല്ലേ പണിതുകൊണ്ടിരിക്കണല്ലോ, റിപ്പയറിങ് ഒക്കെ ആണെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, കൂടെ നമ്മളെ ഒരു പയ്യുണ്ട്. ആ വഴിയാണ് പോകണം. എന്തായാലും ഇത് മംഗളക്കടവം അല്ല, കവാടം, മംഗളക്കവാടം. ആ വഴിയാണ് എൻട്രൻസ്. നമുക്ക് ചുമ്മാ ജാസ്തി നോക്കിയിട്ട് വരാം, അത്രേ ഉള്ളൂ. വരൂ. എല്ലായിടത്തെ പോലെ എവിടെ ഉണ്ട് പലഹാരങ്ങൾ, മുറുക്ക്, പൊരി. അച്ഛനെ കാണാനില്ല അല്ലേടാ? മുളക് ബജി, കരിമ്പൻ ജ്യൂസ്, വള്ളി ഒന്നു. ഈ പള്ളിയുടെ വിശേഷത എന്താണ് പറ? ഈ പള്ളിയുടെ എന്താണ് ഇതിൻ്റെ വിശേഷത? എന്നാലും വെള്ളാർപ്പാടത്തുള്ള ഒരു പള്ളിയാണ് ഈ പള്ളി. അതാണ് ഏറ്റവും വലിയ വിശേഷം അല്ലേടാ? എൻ്റെ പോലെ സ്റ്റെപ്പ്. ഓക്കെ, ഇപ്പം കണ്ടില്ലേ അടിച്ച് വീട് തരും. എന്തായാലും ഇത്ര വലിയ ഷെഡ് അടിച്ചിട്ടീനോണ്ട് വലിയ ഉപകാരമാണ് ആൾക്കാർക്ക് കാണാൻ. അങ്ങനെ നമ്മൾ ഈ പള്ളിക്കാരാണ്. പള്ളി നല്ല ക്ലീനാണ്, വെട്ടമില്ലേ? ചെറിയ ചെറിയ പ്രശ്നം. കോവിലിൻ്റെ അകത്ത് കോവൻ എടുത്തുവിടാ എന്ന് പറയും പോലെ ഇതിൻ്റെ അകത്ത് അങ്ങനെ കാണില്ലെന്നാണ് വിശ്വസിക്കും. ക്യാമറയൊക്കെ എടുക്കാം. അങ്ങനെ നമ്മൾ സെൻറ്റർ കൂടി കയറാത്ത എന്തായിരുന്നു? ശരിപ്പൂരാണ്.
അങ്ങനെ നമ്മൾ അകത്ത് കയറുന്നു. അവിടെ കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, കണ്ട. അല്ല, ഇവിടെ പള്ളിക്കാർക്ക് ഡാൻസ് എന്തൊക്കെ പഠിപ്പിക്കാനാണ്. നാടോടി നൃത്തം അങ്ങനെ എന്തൊക്കെ അല്ലേ അറിഞ്ഞൂടാ. എന്തായാലും ഡാൻസ്. നമ്മൾ ആ പള്ളിയിലത്ത് അവിടെ കരിമ്പ് ജ്യൂസ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. വാങ്ങിച്ച് കുടിച്ച് വീടൊക്കെ മറന്നു എന്തായാലും കഴിച്ച്. പിന്നെ അതാണ്ട് ഒരു കുപ്പിള വാങ്ങിച്ചുകൊണ്ട് നമ്മൾ പോകണം. കാരണം ഈ വെള്ളം വളരെ വളരെ അത്യാവശ്യം. ചൂട് വണ്ടിക്കകത്ത് കയറ്റി അങ്ങനെയൊന്നുമില്ല, അത് ചൂടാണ്, അതാണ്. പിന്നെ അറിഞ്ഞൂടെ എവിടേക്കാണ് പോകണമെന്ന്. നമുക്കറിയാം ഇനി എവിടെയൊക്കെ പോകണം അറിയില്ല. ഇനി അങ്ങോട്ടാണ് എന്തായാലും ബാക്കിയുള്ളത് മെട്രോ ലുലുമാളെന്നാണ് അവർ പറഞ്ഞത്. അല്ല, ഞാൻ അതാണ് ഉള്ളത് പ്ലാൻ അനുസരിച്ച്. ഇനി ഇതിൻ്റെ ഇടയ്ക്ക് ഇനി വേറെ വല്ലതും ഉണ്ടാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമ്മളെ ബസ് അവിടെ. ഓക്കെ, ഇതിപ്പോൾ ഇതിങ്ങനെയൊക്കെ പോകാൻ കാരണം വേറെ ഒന്നുമല്ല. ഇത്ര കുറേ ലേറ്റാണ് വേണ്ടി വന്നു. കുറേ നേരം ചുമ്മാ നിൽക്കേണ്ടിരിക്കുന്നത്. അത് ചിലതൊക്കെ ലേറ്റായിട്ട് ഇതൊക്കെ നിന്ന് ഷോപ്പിങ്ങൊക്കെ ചെയ്ത് അങ്ങനെ കുറേ സമയമൊക്കെ പോയി. അതുകൊണ്ടാണ് എത്ര ഇരുട്ടിയത്. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ നേരത്തെ എത്തേണ്ടതാണ്. ഇതിപ്പോൾ നമ്മൾ താമസിച്ചത്. ഇപ്പോൾ ഇരുട്ടി. ഇതാണ് വെള്ളംകളി. അതെ, എന്തോ പറഞ്ഞാൽ മുമ്പ് ഈ സ്ഥലത്തിൻ്റെ പേര്. എന്തായിക്കൊണ്ട് തൊട്ട് കുഴപ്പമില്ല. എന്തായാലും ഈ സ്ഥലമൊക്കെ രാവിലെ വന്നിട്ടുണ്ടെങ്കിൽ നല്ല കാണാനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ തോന്നാ. ഇത് പള്ളി വലിയ ഉത്സവക്കാരന്മാർ, വലിയ വലിയ ആൾക്കാർ, വലിയ ഇതൊക്കെ കാരണമാണ്. ഓക്കെ, അവിടെ കുറച്ച് പേരൊക്കെ കൂടി ചേർന്നു അങ്ങനെ നിൽക്കുന്നു, ബാക്കിയുള്ളത് വരാൻ വേണ്ടിയിട്ട്. പൈസ പറയണം. മീന് വരുന്ന പ്രധാനമാണ്. മീന് വരുന്ന പ്രധാനം. ഇത് പാർട്ടി ആരും കല്യാണം നമ്മുടെ MG റോഡിൽ, എറണാകുളം MG റോഡിൽ ചെന്നിട്ട് മെട്രോയിൽ നിങ്ങളുടെ കയറ്റി വിടുന്നതാണ്. അവിടെ നിന്ന് നേരെ ലുലു മാളിൽ ഇറങ്ങുക. എടപ്പള്ളി ലുലു മാളിൽ ഇറങ്ങുക. ഇറങ്ങിയിട്ട് തിരിച്ച് നിങ്ങൾ താഴെ ഇറങ്ങിയതിനു ശേഷം 2 റോഡ് വരും. ഒന്ന് നാഷണൽ ഹൈവേ തൃശ്ശൂർ പോകുന്ന റോഡ്, ഒരെണ്ണം കൊടുങ്ങല്ലൂർ ഗുരുവായൂർ പോകുന്ന റോഡ് വരും. ആ റോഡിന്റെ സൈഡിൽ ഇഷ്ടംപോലെ കടകളുണ്ട്. കഴിച്ചിട്ട് വേണമെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് തിരിച്ച് കയറുക എന്നോണാകാം. പക്ഷേ ആ ഗേറ്റിന്റെ അവിടെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ വണ്ടി എവിടെ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. അവിടുത്തെ സൗകര്യം പോലെ ഇരിക്കും. ചിലപ്പോൾ അവിടെ 1 കിലോമീറ്റർ അപ്പുറം 2 കിലോമീറ്റർ അപ്പുറം ആയിരിക്കും വണ്ടി പാർക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും വന്നതിന് ശേഷം അവിടെ നിൽക്കുമ്പോൾ നമ്മുടെ ടീം ലീഡർ വിളിക്കുമ്പോൾ അവിടെ വന്ന് നമ്മൾ പിക്ക് ചെയ്യുന്നതാണ്. അങ്ങനെ നമ്മളെ ഇവിടെ വന്നിറങ്ങി. എല്ലാവരും ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് മെട്രോയ്ക്ക് അത് കയറാം. ഇത് നമ്മളൊക്കെ ഇനി എവിടെ പോകണം? നമ്മൾ മെട്രോ ടിക്കറ്റ് എടുത്തു. എന്നിട്ട് നമ്മൾ പോകാൻ പോയാണ്. 1 2 3 എൻ്റെ ബാക്കിൽ ആൾക്കാരൊക്കെ ഉണ്ട്. അവർ വരും. നോക്കാം. അവിടെ ഒരു ഗ്രൂപ്പായിട്ടാണ് കയറണത്. അപ്പോൾ ഞാനും ഉണ്ട് ഇതിനകത്ത്. ഇവിടെ മെയില് ഫീമെയിൽ എക്സെട്ര ലൈക്ക് ഐറ്റംസ് ഒക്കെ ഉണ്ട്. അങ്ങനെ ടിക്കറ്റ് എടുത്ത് അകത്ത് കയറി. ഗൈസ്, ഇതെൻ്റെ സെക്കൻഡ് ടൈമാണ് മെട്രോ കയറണത് കേട്ടോ. മെട്രോ സെക്കൻഡ് ടൈം അല്ല, 3 പ്രാവശ്യം കയറാൻ പോണ്. അല്ലാതെ ഇവിടെ പറഞ്ഞത് സെക്കൻഡ് ടൈം. അങ്ങനെ നടന്ന് മുകളിൽ പോകണം. ഒരു വണ്ടി എടുക്കണം, കയറി പോകണം. നമ്മളെ ഹാൾ ടൗണിൽ നിന്ന് എവിടെ നമ്മൾ പോകേണ്ടത്?
നമുക്ക് ഹാൾ ടൗണിൽ നിന്ന് ഇടപ്പള്ളി. അപ്പം 1, 2, 3, 4, 5. ഓക്കെ, നമുക്ക് പോകാം. രാവിലെ എല്ലാവരും കയറി പോകണു. അമ്മ വന്നിലും പറയാമോ എന്താണ് എത്ര എന്തൊക്കെയാണ് ഇവിടെ? അതുകൊണ്ട് തിരുവനന്തപുരം ചെറുതാണ്. ലുലു മാള്. ഓ മാലിൻ്റെ അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. മെട്രോ എന്ന് വരുമോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഞങ്ങൾ നടന്നു പോകുന്നു. എൻ്റെ ബാക്കിൽ അച്ഛനമ്മയും നടന്നു കയറി വരുന്ന ചിലരുണ്ട്. ബൈ ബ്രോ. ആ അതെ നമ്മളൊരു അതാ സുഖം. അടിപൊളി സ്ഥലങ്ങൾ. വിശാലം. ആ അത് കൊള്ളാം. കുഴപ്പമില്ല. ഇനി നമ്മൾ ഇവിടെ കയറുന്നു, അഞ്ച് എടപ്പള്ളി കയറുന്നു. അവിടെ അല്ല ഇറങ്ങുന്നു. നടന്നു ബാക്കിയുള്ള വിശേഷം ബാക്കി പറയാം. ലുലു മാൾ ഒരിക്കൽ കാണിച്ചതാണ്. ഒരിക്കല 2 പ്രാവശ്യം കാണിച്ചാണ് ലുലു മാൾ. ഇത് ലുലു മാളിൻ്റെ 3ാമത്തെ വീട് അല്ലേ? നോക്കാം. ബ്രോ കാണാൻ പറ്റില്ല. തുറക്കൂ തുറക്കുന്നു, കയറുന്നു, അടയ്ക്കുന്നു. ബ്രോ എത്തും. ഇറങ്ങിക്കോ. ഇടപ്പള്ളിയിൽ ഇവിടെ ഒരുപാട് പേര് ഇറങ്ങാറുണ്ട്. ഇറങ്ങി കിട്ടിയാൽ മതി. ഇറങ്ങാം പെട്ടെന്ന് ഇറങ്ങാം. അതെ അടച്ചോ. പോട്ട് ഇത് മെട്രോയിലെ നേരെ പോകുന്നത് ലുലു മാൾ ഓഫ് കൊച്ചി. ഇതാണ് കൊച്ചി ലുലു മാളിൻ്റെ ഫ്രണ്ട്. അവിടെ കൂടിയാണ് നമ്മൾ 2ാമത്തെ പ്രാവശ്യം വന്നപ്പോൾ ബസ്സിൽ നടന്ന് കയറിയത്. ഇപ്പോൾ നമ്മൾ മെട്രോ വഴി കയറിയപ്പോൾ അവിടെ ഇവിടെ അല്ലാതെ മാർക്കറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് ഇറങ്ങണമെങ്കിലും ടിക്കറ്റിൻ്റെ ആവശ്യം വളരെ അനിവാര്യം. അപ്പോൾ നമുക്ക് ടിക്കറ്റ് എടുത്തിട്ട് പോകാം. പക്ഷേ എന്ത് ചെയ്യും, ഇവിടെയാണ് നന്ദരക്ക്.
നമ്മൾ ഇത് ലുലു മാൾ എൻട്രി. വാ നടക്കും. അച്ഛ എവിടെ? ആ അങ്ങനെ നമ്മളകത്ത് കയറി. അവരൊക്കെ ആദ്യമായിട്ടാണ് ഇവിടെ ലുലു മാളിൽ പറഞ്ഞത്. അതിൻ്റേതായിട്ടുള്ള ചില ഒക്കെ കാണും. നമുക്ക് മുകളിൽ പോവാം. കണ്ടിട്ട് ഷേ കാണും മുമ്പേ പറഞ്ഞു കയറിയൊക്കെ നോക്ക്. അകത്ത് കയറി നോക്ക്. കയറി നോക്കണ പ്രശ്നമൊന്നുമില്ല. കയറി നോക്ക് ഇറങ്ങാം. കയറി നോക്ക് ഇറങ്ങാം. അത് എൻ്റെ പരിപാടി. നല്ല കാര്യമായിട്ട് മാറാത്തൊരു സാധനം ഉണ്ടെങ്കിൽ ഇത് മാത്രമാണ് ലുലു മാളിൽ ഇവിടെ കൊച്ചിയിൽ. ഇത് മാത്രം ഇതിന് മാത്രം ഒരു മാറ്റമില്ല. അവർ നടന്നു പോകുന്നു. അതിൻ്റെ ബാക്കിൽ ഇത്രയേ ഉള്ളൂ. ഞാൻ എനിക്കൊന്നും കാണിക്കാമെന്നില്ല. ചന്ദനത്തിൻ്റെ മണം കാര്യങ്ങൾ സ്പ്രേ ആൻഡ് ഏജൻറ്റ് ഓഫ് പ്രൈസസ് ഓഫ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. പിന്നെ ഗ്ലാസ് വേ മിയ സ്വർണ്ണക്കട അതിൻ്റെ ചിലപ്പോൾ മാല തന്നെ എല്ലാം ഒക്കെ ഉണ്ട്. പിന്നെ കൂളിംഗ് ഗ്ലാസ് കട. എസ്കലേറ്ററിൻ്റെ പണി കാളി. മുകളിലോട്ട് പോകണം. താഴോട്ട് പോകണത് വർക്കിംഗ് ആണ്. മാറിപ്പോയി. താഴോട്ട് വരണം. മുകളിലോട്ട് പോകണതുകൊണ്ട് കണ്ട മുകളിലോട്ട് പോകണത് ഈസ് വർക്കിംഗ്. ഇതൊക്കെ ചൂടാണല്ലോ, ഭയങ്കര ചൂട്. അങ്ങനെ നമ്മൾ ഏറ്റവും മുകളിൽ പോകാൻ ടോപ്പ് ഫ്ലോർ. ഇതാണ് ഗെയിം സൂൺ. നമുക്ക് കാണാൻ. ഞാനേ എവിടെ പോയിട്ട് വരാം. കണ്ടോ വൈബ് സ്ഥലമല്ലേ. ഞാൻ അന്ന് വന്നപ്പം എനിക്ക് സഹിക്കാൻ പറ്റാത്തത്, അതായത് 4K എനിക്ക്, അതാണ് എൻ്റെ ഏറ്റവും വലിയ ഇതാണ്. ഇപ്പോൾ നമുക്ക് 4K വീഡിയോ ഷൂട്ട് ചെയ്യാം. ഡൈനാമിക്സ് വന്നു. അങ്ങനെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. കൊച്ചി ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഞാൻ നടന്നിട്ടാണ്. KFC ഇവിടെ കണ്ട ഗെയിമിങ് സെറ്റ് ഇതേപോലെയൊക്കെ അവിടെ ഉണ്ട്. കുതിര വട്ടിക്കുന്നു. ഇതൊക്കെയാണ് അവിടുത്തെ കളികൾ. കുതിര വട്ടിക്കുന്നു, VR ഹെഡ്സെറ്റ് വെച്ച് ഗെയിം കളിക്കുന്നു, കൊട്ടി കളിക്കുന്നു, അടുക്കളിക്കുന്നു, ബോളിട്ട് കളിക്കുന്നു, ബോൾ ഇടാതെ കളിച്ച് പൈസ കളയുന്നു. ഏറ്റവും വലിയ സത്യം. നോക്ക് സമയം 9:04 ആയതുള്ള 10 വരെ സമയമുണ്ട് നമുക്ക്. ആരും ഇവിടെ ഇല്ല. ഇവിടെ ഏഷ്യൻ ഫുഡ് കോർട്ട് അങ്ങനെ കാര്യങ്ങൾ. പണ്ടൊരു ഐസ് സ്കേറ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉണ്ടോ എന്തോ ഐസെല്ലാം പോയി, ഷീറ്റ് മാത്രമായി. അങ്ങനെ അങ്ങോട്ട് പോ. അങ്ങനെ അവിടെ നിന്ന് ഇങ്ങോട്ട് വീണ്ടും താഴോട്ട് പോയാണ്. അവിടെ നിന്നാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. ഇങ്ങോട്ട് ഫണ്ട് കുറേ കാര്യങ്ങളും ഫുഡ് കോർട്ടും സംഭവങ്ങളും. നമ്മൾ താഴെ പോകുമ്പോൾ കാണാം, നോക്കാം. കണ്ട ചേച്ചി കണ്ട പോണണ്ട എൻ്റെ പോട്ടെ. സെയിം ഫുഡല്ല, ഫുഡൊക്കെ മുകളിൽ. ഇവിടെ ഡ്രസ്സ് മാത്രം തന്നെ അത്രേ ഉള്ളൂ. ഡ്രസ്സ് മാത്രമേ ഉള്ളൂ. അവിടെ നോക്കിയാൽ ഇവിടെ നോക്കിയാൽ എങ്ങോട്ട് നോക്കിയാൽ ഡ്രസ്സ് മാത്രമേ. ഇത് സെക്കൻഡ് ഫ്ലോർ. തേർഡ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ, ഇത് ഫസ്റ്റ് ഫ്ലോർ. ഇതിന് ഗ്രൗണ്ട് ഫ്ലോർ ഉണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് നമ്മൾ അടുത്ത് പോകാൻ പോകണം. കാരണം ഇവിടെ ഒന്നും വലിയതായിട്ട് നോക്കാനൊന്നും ഇല്ല. കണ്ടോ ഡ്രസ്സ് ഉടുപ്പ് ഫുള്ളി എക്സ്പെൻസീവ് ദാൻ അവർ പ്ലേസ്. ഹൈപ്പർ മാർക്കറ്റ് നേരെ പോയാൽ മതി എന്നാണ്. അപ്പോൾ നമുക്ക് ഹൈപ്പർ മാർക്കറ്റോട്ട് പോകാം. കാരണം നമുക്ക് അവിടെ കുറച്ച് അഫോർഡബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. പിന്നെ ഞാൻ ഏറ്റവും ഇപ്പോൾ ഒരു എൻട്രൻസ് വെളിയിൽ പോയിട്ട് കാപ്പി രാത്രി കഴിച്ചിട്ട് വരാം പറയാൻ പ്ലാൻ. അപ്പോൾ അത് പിന്നെ നോക്കിയിട്ട് ബാക്കി കാര്യം. ഇവിടെ എന്തോ സീരിയൽ നടക്കുന്നുണ്ടല്ലേടാ. 60% ഓഫിൻ്റെ കാര്യങ്ങളെല്ലാം കിട്ടും. എന്നാണെന്നൊക്കെ അറിഞ്ഞൂടാ. നമ്മളങ്ങനെ നടന്നു പോകും. റോളക്സിൻ്റെ വാച്ചുകൾ, ലക്ഷറിയസ് ഐറ്റംസ് ആൻഡ് ഇവിടെ റൈഡിൻ്റെ വാച്ചുകൾ, അഫോർഡബിൾ അല്ലാത്ത വാച്ചുകൾ. നമുക്ക് ലുലു ഹൈപ്പർ മാർക്കറ്റിൻ്റെ നടന്ന് പോകണം. ഹൈപ്പർ മാർക്കറ്റിനകത്ത് കയറില്ലെന്ന് എന്തൊക്കെയാണെന്തോ. എന്തായാലും ഇവരെ കൂടെ എല്ലാം പോകാൻ പറ്റില്ല. സംഭവം ഫുഡ് ഇവർക്ക് കഴിക്കണം. അതാണ് സംഭവം. രാത്രി ഇനി വേറെ ഒന്നും കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വെളിയിൽ കൂടി നടന്ന് വെളിയിൽ ഹോട്ടലിൽ കഴിച്ചിട്ട് ആണെങ്കിൽ നമ്മൾ അകത്ത് കയറി വരും കാണാൻ, അല്ലെങ്കിൽ ആ വഴി അനുസരിച്ച് വീട്ടിൽ. അത്രേ ഉള്ളൂ. അങ്ങനെ പുറത്തിറങ്ങി നടക്കുകയാണ്. പോവാം.
പുളി ഇറങ്ങിയില്ലേ, ഞാൻ വീണ്ടും കയറേണ്ടി വന്നു. വേറെ ഒന്നല്ല, ഇവരെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കണ്ടുപിടിച്ച് ഇനി എന്നെ കൊണ്ടുപോകണം. പോവാം പോവാം വാ. ആരി ആരി അങ്ങനെ നമുക്ക് പോവുകയാണ്. എല്ലാവരും ഉണ്ടല്ലോ അവിടെ. ടട്ട ടട്ട എല്ലാവരെയും കിട്ടി, ഇവനെ അടക്കം കിട്ടി. എല്ലാവരും വാ, വെളിയിൽ പോവുക, വിട്ട് ഫുഡ് കഴിക്കുക. വാ, അങ്ങനെയാണ് നമ്മൾ പോണത്. നടന്ന് 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 ഇങ്ങനെ നടന്ന് 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 എന്നിട്ട് പണിന്ന് പോടേ. ആ, നടന്ന് 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 നാണ്ട് അവിടെ ആൾക്കാരുണ്ട് ആയിരിക്കുന്നത് തന്നെ. ഓക്കെ, എല്ലാവരും വരുന്നു. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ എന്താ സ്മഗ്ലർ എന്തൊരു ഓട്ടോ എന്തോ അങ്ങനെ നമ്മൾ നടന്ന് വെളിയിലിറങ്ങി. എൻട്രൻസ് 1 and the outside. And we can see a MyG store in front of me. And this is Lulu Mall. ഇതാണ് മെട്രോ, കണ്ടോ? എന്താ നമ്മൾ മെട്രോയിൽ അവിടെ നിന്നാണ് കയറിയത്, ഇടപ്പള്ളി സ്റ്റോപ്പ്. അങ്ങനെ കയറി നടന്ന് ചുറ്റി പുറക്കി പണ്ടിറങ്ങി ഇവിടെ വന്നിട്ട് ഇവിടെ നിന്ന് നടന്ന് നാണ്ട് എല്ലാവരും നടന്ന് പറഞ്ഞു. എങ്ങോട്ടാണ് പോകണമെന്നൊന്നും ആർക്കൊരു ഒരു ചിന്തയില്ല. എങ്ങോട്ടെങ്കിലും കയറിയാൽ മതി എന്നുള്ള രീതിയിൽ പോകണം. ആൻഡ് അത് നോക്കാം അങ്ങോട്ടൊക്കെയാണ് പോകണം. നമ്മൾ കയറി വന്ന സ്ഥലം അവിടെ നിന്ന് ലുലു മാളിൻ്റെ റൈറ്റിൽ എടുത്ത് വരുന്നു. ഓ, ഇതൊക്കെ യൂട്യൂബിൽ വരും, മാമാടൊക്കെ യൂട്യൂബിൽ വരും. അപ്പോൾ ഇരുട്ട്. ഇത് ഇടപ്പള്ളി ജനിച്ച് ഇതാളെ ജിപ്സി ജിമിനി ഇത് പഴയ ജിപ്സി. പുതിയ വർഷം കാര്യം പറ, വെട്ടമില്ലാത്തതുകൊണ്ട് ക്ലിയർ ഇല്ല. പിന്നെ രാത്രി പേടിക്കണം, മോശം. ഓ, പോട്ട്. അങ്ങനെ ലുലു മാളിൻ്റെ അടുത്തുള്ള എവിടെ ചെന്ന് കയറാൻ പോകണം. അങ്ങനെ ഇവിടെ എത്തി. അത്രേ ഉള്ളൂ. അവിടെ അവസാനിച്ച് ഇനി മറ്റിക്കാൻ ഡാൻസ് ഉണ്ടെങ്കിൽ ഡാൻസ്, അത് കഴിഞ്ഞ് നമ്മൾ പരിപാടിയെല്ലാം അവസാനിക്കുകയാണ്. ഇതാ ലുലു മാള്, ആ വണ്ടി കണ്ടല്ല, തീർന്നു എല്ലാം തീർന്നു. ബൈ ബൈ.